DTE 11-ാം തീയതി 9 എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും 3 എയ്ഡഡ് കോളേജുകളിലേക്കും സ്പോട്ട് നടത്തുന്നുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവ് അതിലുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാം. പിന്നെ നിങ്ങൾ ചോദിച്ച കുറേ ഡൗട്ടുകളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം. ഓക്കെ, അതായത് അതിൽ പറയുന്നുണ്ട്, DTEയുടെ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ 9650 9650 രൂപ എന്നുള്ള എമൗണ്ട് അടക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾ സ്പോട്ടിൽ പങ്കെടുക്കുന്നതിന് ഒരു ഫീസ് ഒന്നുമില്ല. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു രജിസ്ട്രേഷൻ ഫീസൊന്നും സ്പോട്ടിൽ പങ്കെടുക്കാനായിട്ടില്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രം ഈ ഒരു എമൗണ്ട് അടച്ചാൽ മതി. അതും SC ST ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള 1000 രൂപ മതി. ബാക്കി എല്ലാവരും 9650 രൂപ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഫീസും PTA ഫീസും ഒക്കെ അടയ്ക്കേണ്ടി വരും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. കാരണം പ്രീവിയസ് ഇയർ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാനത് കൺഫേം ആക്കാൻ വേണ്ടി ഞാൻ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തൃശ്ശൂർ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഈ എമൗണ്ട് അടച്ചാൽ മതി എന്നുള്ളതാണ്. ബാക്കി ഫീസൊക്കെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം ആ കോളേജിൽ അടച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസവും ഇൻഫർമേഷൻസ് ചേഞ്ച് ആവുന്നുണ്ട്. സോ നിങ്ങളത് വിളിച്ചൊന്ന് കൺഫേം ആക്കിയേക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു സ്പോട്ടിൽ പോകുന്നത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ NOC ആയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ പോയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ ആയിട്ട് എന്തായാലും ജോയിൻ ചെയ്യണം അല്ലേ, നമുക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ആ ഒരു ടൈമിൽ ബാക്കി ഫീസ് അടച്ചാൽ മതി എന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല സമയത്തും. പക്ഷേ നിങ്ങൾ ഏത് കോളേജാണോ ഇപ്പോൾ സ്പോട്ടിൽ ആഗ്രഹിക്കുന്നത്, ആ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഫോൺ നമ്പർ ഉണ്ടാവും. അതിലൊന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ തന്നെ വെബ്സൈറ്റിലുള്ള ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ, എനിക്ക് തോന്നുന്നു അഡ്മിഷൻ്റെ അവിടെ ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ടാവും അവർ. അപ്പോൾ അതിലൊന്ന് വിളിച്ച് ഒന്ന് കൺഫേം ആക്കിക്കോളൂ കേട്ടോ. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഈ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തേക്കണ കുട്ടികളുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്തേക്കണ കുട്ടികൾക്ക് എളുപ്പമാണ് കേട്ടോ NOC കിട്ടാൻ. അങ്ങനെയുള്ള കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് TCയുടെ കോപ്പി മതിയോ കോളേജിലാണെന്നുള്ളത്. TCയുടെ കോപ്പിയും കൊണ്ടൊന്നും ചെന്നാൽ അവിടെ അഡ്മിഷൻ കിട്ടൂല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ NOC, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കോളേജുകളിലാണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ്. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആരോ ചോദിച്ചു കണ്ടു, CC ക്രിസ്റ്റ് കോളേജാണോ എന്നുള്ളത്. അല്ല കേട്ടോ, നമുക്ക് സെൻറ്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരളയുടെ അണ്ടറിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മൂന്നാർ അല്ല, അതല്ലാതെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാർ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കോളേജാണ്. അവിടുത്തെ ഫെസിലിറ്റീസ് ഒന്നും എനിക്കറിയില്ല, കൂടുതലൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഭാഗം കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, മൂന്നാറൊക്കെ അല്ലേ. ഓക്കെ, അവിടെ അങ്ങനെ ഒരു കോളേജുണ്ട്. അത് ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് വിഭാഗത്തിൽ വരുന്ന കോളേജാണ്. അവിടെ ആദ്യത്തിലൊക്കെ അവിടെ നമുക്ക് 10,000 താഴെയാണ് റാങ്ക് വരുന്നതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഫീസിൽ പഠിക്കാം. അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ മെറിറ്റ് സീറ്റ് 35,000, ഫുൾ മെറിറ്റ് സീറ്റ് 65,000 എന്നുള്ള നിലയ്ക്കാണ് ഫീസ് പോകുന്നത്. പക്ഷേ 10,000 താഴെ റാങ്കുള്ള കുട്ടികൾക്ക് അവർ ആദ്യത്തിലൊക്കെ ഗവൺമെൻറ് ഫീസിൽ പഠിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല, എനിക്ക് ആ കോളേജിനെ പറ്റി കൂടുതൽ അറിയില്ല. നമ്മളിങ്ങനെ ഇതിലൊക്കെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചില ഫെസിലിറ്റീസും ഒക്കെ നിങ്ങൾക്ക് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, CC എന്ന് പറയുന്നത് ക്രിസ്റ്റ് കോളേജ് അല്ല, ഈ പറഞ്ഞ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ കോളേജുകളിലൊക്കെയാണ് ചേർന്നേക്കണമെങ്കിൽ അവിടെ നിന്ന് NOC വാങ്ങാം കേട്ടോ. എളുപ്പത്തിൽ വാങ്ങാം. MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും, അല്ലെങ്കിൽ കാലിക്കറ്റിൻ്റെ കാര്യം എനിക്കത് അറിയില്ല. MG യൂണിവേഴ്സിറ്റി ഒന്നും NOC കൊടുക്കാൻ ഒരു പാടുമില്ല കേട്ടോ. അവർ എഞ്ചിനീയറിംഗ്, പ്രത്യേകിച്ച് നിങ്ങൾ എയ്ഡഡ് കോഴ്സൊക്കെയാണ് ചേർന്നേക്കണമെങ്കിൽ ആ കോളേജിന് അവിടെ നിന്ന് ഒരാൾ പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഗവൺമെൻറ് അല്ലേ, സോ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ എയ്ഡഡ് കോളേജ് ആണെങ്കിലും, എയ്ഡഡ് കോഴ്സാണ് നിങ്ങൾ ചേർന്നേക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് കോഴ്സാണെങ്കിലും അവർ തരും NOC കേട്ടോ. ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് NOC വാങ്ങുന്ന പാടൊന്നുമില്ല നിങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഡിഗ്രിയൊക്കെ പഠിക്കുന്നതെങ്കിൽ. കാരണം ഒരിക്കലും പോയി TC വാങ്ങരുത് കേട്ടോ. TC വാങ്ങിയാൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് വരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെമ്മൊക്കെ എക്സാം കഴിഞ്ഞു പോയേക്കണേ കൊണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ കൊല്ലം ചേരാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ നിങ്ങൾ TC വാങ്ങി പോരുവാണെങ്കിൽ ഒരു ധൈര്യത്തിന് ഇങ്ങോട്ട് വാങ്ങി പോന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൽ പോയി എടുക്കാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ നിങ്ങൾ എവിടെ നിന്നും TC വാങ്ങിയൊന്നും പോരരുത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം കേട്ടോ.
പിന്നെ ഈ ഫീസിനെ പറ്റിയിട്ടും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഫീസിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ പാരൻസ് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പാരൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാർഡിയനായിട്ടെങ്കിലും ആരെങ്കിലും ഒരാൾ അഡ്മിഷൻ്റെ സമയത്ത് നമ്മളുടെ കൂടെ വേണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പ്രൈവറ്റ് കോളേജുകൾ, പല കോളേജുകളും ചോദിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കോളേജുകളുടെ സ്പോട്ട് ചില കോളേജുകൾ വെബ്സൈറ്റിൽ ഇടും, ചിലവർ ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അങ്ങനെ അഡ്മിഷൻ എടുക്കാനായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ CETയിൽ ഓൾറെഡി ജോയിൻ ചെയ്തു, ഇനി അവിടെ ബ്രാഞ്ച് മാറി കിട്ടാൻ സ്പോട്ടിൽ പോകുമ്പോൾ വേറെ ഹയർ ഓപ്ഷൻ കിട്ടുമെന്നുള്ളതാണ്. CETയിൽ പോകുന്നവർക്ക് അഡ്മിഷൻ സ്ലിപ്പ് മാത്രം മതി. നമുക്ക് കിട്ടാനുള്ള ഇതുണ്ടെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ടാവും CETയിൽ അത്യാവശ്യം എന്നല്ല, നമുക്ക് അത് അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ, പറയാൻ പറ്റില്ല. CETയിലൊക്കെ സ്പോട്ടിൻ്റെ കാര്യം വരുമ്പോഴേക്കാണ് നിങ്ങൾ വേക്കൻസി എന്തായാലും 10-ാം തീയതി ആണല്ലോ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത്. സോ 10-ാം തീയതി 5 മണി കഴിഞ്ഞിട്ട് വേക്കൻസിയുടെ ഇത് DTയുടെ വെബ്സൈറ്റിലും ഉണ്ടാവും, തൃശ്ശൂരിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ അതത് കോളേജിൻ്റെ വെബ്സൈറ്റിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹയർ ഓപ്ഷൻ കിട്ടും, നമുക്ക് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് വേക്കൻസി ഉണ്ട്, നമുക്കത് കിട്ടാനുള്ള റാങ്കും ഉണ്ടെങ്കിൽ ഏത് കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, അങ്ങനെ കിട്ടും കേട്ടോ. NOC തരുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളതിനൊരു ചോയ്സ് പറയാനില്ല. ഈ പ്രൈവറ്റ് കോളേജ് ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടെങ്കിൽ NOC കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചേരാതിരിക്കാൻ പറ്റില്ല അല്ലേ, നമുക്ക് അഡ്മിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഫീസിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുപോലെ നിക്ക് ചോദിച്ചേക്കുന്നത് നിക്സാണ് അല്ലേ, 9650 രൂപ തൃശ്ശൂർ കോളേജിലാണോ അതോ അഡ്മിഷൻ കിട്ടുന്ന കോളേജിലാണോ തൃശ്ശൂർ അടയ്ക്കണം നിങ്ങൾ. നമ്മൾ സ്പോട്ടിൽ പോകുമ്പോൾ തൃശ്ശൂർ അത് നിങ്ങൾക്ക് വകയിരുത്തും, പക്ഷേ അടയ്ക്കേണ്ടത് അവിടെ തന്നെയാണ്, അന്ന് തന്നെ അവിടെ തന്നെയാണ് അടയ്ക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ക്യുസാറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെ പോകുന്നവരാണെങ്കിൽ, കീമിലൊക്കെ അലോട്ട്മെൻറ്റ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ അന്ന് തന്നെ ക്യുസാറ്റിൻ്റെ ഇതിൽ കയറി ക്യാൻസൽ ചെയ്യാം കേട്ടോ. കാരണം ക്യുസാറ്റിൻ്റെ എനിക്ക് ആ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ഓർമ്മയില്ല, അവർക്ക് ഓരോ ഡേറ്റുകളുണ്ട് ഫീ റിട്ടേൺ കിട്ടുന്നതും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞ് പോയോന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതും നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു വാങ്ങാനായിട്ട് അധികം ഡേറ്റ് ഒന്നും എടുക്കരുത്, പെട്ടെന്ന് തന്നെ ആ ഫീസിനും കൊടുക്കുക, സർട്ടിഫിക്കറ്റും ഒക്കെ തിരിച്ചു വാങ്ങാനുള്ള സംവിധാനമൊക്കെ എടുക്കുക കേട്ടോ. അഡ്മിഷൻ കിട്ടി എപ്പോഴെങ്കിലും പോയിട്ട് തിരിച്ച് വാങ്ങിയാൽ മതി എന്നൊന്നും വിചാരിക്കരുത്, എത്രയും പെട്ടെന്ന് നമ്മുടെ ഫീസും സർട്ടിഫിക്കറ്റൊക്കെ തിരിച്ചു വാങ്ങാൻ എവിടെയാണെങ്കിലും നോക്കുക കേട്ടോ. ഇനി ഇതൊക്കെ മതി എന്നോണോ അല്ലേ, കുറച്ചും കൂടി വേണോ? ഇത് കൂടുതലും ഈ ഫീസിനെ പറ്റിയിട്ടും വേക്കൻസി ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവർ അതിടും കേട്ടോ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇൻഡിവിജ്വലായിട്ട് നടത്തുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്പോട്ടാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ച് നടത്തുന്നത്. ഇനി സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ, കാരണം ഇനി നമുക്ക് മെഡിക്കൽ അലോട്ട്മെൻറ്റ് വരാനുണ്ട്. സോ മെഡിക്കലിൽ ചേർന്നേക്കുന്ന കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് ചേർന്നേക്കുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ മെഡിക്കലിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സീറ്റ് വേക്കൻസി വരുവാണെങ്കിൽ ഒരു സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാവും എന്നുള്ളത്, കഴിഞ്ഞ വർഷം 2 സ്പോട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സെക്കൻഡ് സ്പോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതത് കോളേജിൽ വെച്ചായിരിക്കും നടത്തുന്നത് കേട്ടോ. അല്ല അത് ഈ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ടായിട്ട് നടത്താനുള്ള സീറ്റൊന്നും ഉണ്ടാവില്ല. സോ അത് നടത്തുന്നത് അതത് കോളേജിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയാൽ മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത് കേട്ടോ. പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതുവരെ എവിടെയും കണ്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, അത് എല്ലാ കാര്യത്തിലും പറയാനുള്ളത്. അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ നോക്കുക. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ DTയുടെ പറഞ്ഞിട്ടില്ല, ഗവൺമെൻറ് കൺട്രോളിൻ്റെ ഓരോ കോളേജുകളുടെ നമ്മൾ പറഞ്ഞു അവരുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അത്രയാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ സ്പോട്ടിൽ പങ്കെടുത്തൊരു കോളേജിൽ ജോയിൻ ചെയ്തെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊക്കെ അവരോട് പറയും. സോ ആ ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഹാജരാക്കുക, ബാക്കി ഫീസും അടക്കുക കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.